ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ 10,000-ത്തിലധികം മലയാളി അക്കൗണ്ടുകൾ കണ്ടെത്തി NIA. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണമെത്തിയത്. ഇന്ത്യയിലെത്തിയാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് അക്കൗണ്ട് ഉടമകൾ ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഏറെ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്കാണ് NIA കടന്നിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ ചില കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഇതിലേക്ക് നയിച്ചത് എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ 10,000-ത്തിലധികം മലയാളി അക്കൗണ്ടുകളാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. രോഹിണി, 2022 സെപ്റ്റംബർ 28-നാണ് ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. അന്ന് അതുമായി ബന്ധപ്പെട്ട് അവരുടെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു പരിശോധന ദേശീയ അന്വേഷണ ഏജൻസിയും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ഏതാണ്ട് 10,000 മലയാളി അക്കൗണ്ടുകൾ വഴി പോപ്പുലർ ഫ്രണ്ടിന് വ്യാപകമായി പണം എത്തിയിരുന്നുവെന്ന് ED കണ്ടെത്തിയത്. പിന്നീട് ED ഈ വിശദമായ റിപ്പോർട്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. ആകെ 13,000 അക്കൗണ്ടുകളാണ് ആകെ കണ്ടെത്തിയത് PFIയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ 10,000 അക്കൗണ്ടുകളാണ് മലയാളികളുടേത് ആയിട്ടുള്ളത്. ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നവരാണ്. UAE അതോടൊപ്പം തന്നെ സൗദി അറേബ്യ പോലെയുള്ള വിവിധ രാജ്യങ്ങളിൽ ധാരാളം മലയാളികൾ ഈ PFIക്കായി ഫണ്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ PFIക്ക് ഫണ്ടിങ് നടത്തിയ മലയാളികൾ ഇവരെല്ലാം ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. ഇവരാരും തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയത്. ഇവർ തിരിച്ച് ഇന്ത്യയിൽ കാലുകുത്തി കഴിഞ്ഞാൽ ഈ മുഴുവൻ ആളുകളുടെയും കൃത്യമായ രേഖ NIAയുടെയും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും പക്കലുണ്ട്. അതിനാൽ ഇവർ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഭീകരന്മാരെ പിടികൂടാനുള്ള എല്ലാ സജ്ജീകരണവും NIAയ്ക്കുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ അത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഈ മലയാളി അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായത്. ഡൽഹിയിൽ നടന്ന സംഭവം ബീഹാറിൽ നിന്നും ദുബൈയിൽ നിന്നും മുഹമ്മദ് ആലം എന്ന ഒരു ആൾ കഴിഞ്ഞ ദിവസം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിരുന്നു. ഇയാളിൽ നിന്നും കൃത്യമായി PFIയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അറിയാമായിരുന്നു. അതിനാൽ ഈ മുഹമ്മദ് ആലം ദുബൈയിൽ നിന്നും ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഇയാളെ പിടികൂടുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ ദുബൈയിൽ ഉൾപ്പെടെ കഴിയുന്ന 10,000-ത്തോളം വരുന്ന മലയാളികൾ PFIയെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള മലയാളികൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പക്കലുണ്ട്. അതിനാൽ ഇവരെല്ലാം ഇപ്പോഴും ഈ വിദേശ രാജ്യങ്ങളിൽ തന്നെ കഴിയുകയാണ്. അവരുടെ ബന്ധുക്കളെയും മറ്റും അടുത്ത കാലത്ത് അവർ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുമുണ്ട്. രോഹിണി, ഗൗതം, ഈ 10,000 മലയാളി അക്കൗണ്ടുകൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ വേരുകളുടെ വ്യാപ്തിയാണ് ഭയപ്പെടുത്തുന്നത്. രോഹിണി, നേരത്തെ തന്നെ PFIയുടെ നിരോധനം നടപ്പാക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ കേന്ദ്ര ഏജൻസികൾ NIAയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്ര ഏജൻസികൾ സംയുക്തമായ ഒരു വലിയ റെയ്ഡ് നടത്തിയിരുന്നു. സെപ്റ്റംബർ മാസം ആദ്യമാണ് ഈ റെയ്ഡ് നടന്നത്. ആ റെയ്ഡിന് ശേഷമാണ് പിന്നീട് സെപ്റ്റംബർ 28-ന് PFIയുടെ നിരോധനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം UAPA ചുമത്തി നടപ്പാക്കുന്നത്. അന്ന് ആ റെയ്ഡിൻ്റെ ഭാഗമായി PFIയുടെ പ്രധാനപ്പെട്ട ഭീകരന്മാരെ എല്ലാം, അതായത് ഇതിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ നേതാക്കന്മാരെ മുഴുവൻ ദേശീയ അന്വേഷണ ഏജൻസി തീഹാർ ജയിലിൽ അടച്ചിരുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ നിരോധനം നടപ്പാക്കിയത്. ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം, ഈ ഓപ്പറേഷൻ ഒക്ടോപ്പസിൻ്റെ ഭാഗമായി അറസ്റ്റിലായ നേതാക്കന്മാർ, PFI എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാരിൽ ഏതാണ്ട് 90% കേരളത്തിൽ നിന്നായിരുന്നു. മലപ്പുറം, കണ്ണൂര്, അതുപോലെ തന്നെ കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ നിന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അറസ്റ്റിലായത്. അന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് PFI രാജ്യത്തൊട്ടാകെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. IS റിക്രൂട്ട്മെന്റ് പോലെയുള്ള അല്ലെങ്കിൽ നിർബന്ധിച്ചുള്ള മതപരിവർത്തനം, ലവ് ജിഹാദ് പോലെയുള്ള കേസുകളാണെങ്കിലും നമുക്കറിയാം അത് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. അതിനാൽ കേരളമാണ് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താവളം. അവരുടെ ലോഞ്ചിങ് പാഡ് കേരളമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇനിയും ബാക്കി നിൽക്കുന്നില്ല. കാരണം അതിൻ്റെ നിരവധി തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ നമ്മൾ തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനാൽ ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യത്തിലും ഇപ്പോൾ അതൊരു അത്ഭുതമായി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതില്ല. കാരണം മലയാളികളാണ് പോപ്പുലർ ഫ്രണ്ടിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതിനു മുൻപ് NDF ആണെങ്കിലും സിമിക്കാണെങ്കിലും നേതൃത്വം നൽകിയിട്ടുള്ളത് മലയാളികളായിട്ടുള്ള വ്യക്തികളാണ്. കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് ഇതിന് എല്ലാ കാലഘട്ടങ്ങളിലും നേതൃത്വം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം അബ്ദുൽ നാസർ മദനിയെ പോലെ, തടിയന്നവട നസീറിനെ പോലെയൊക്കെയുള്ള
കൊടും ഭീകരന്മാർ കേരളത്തിൽ നിന്നാണ് പിന്നീട് രാജ്യത്തിൻ്റെ പല ഭാഗത്ത് സ്ഫോടനങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. അതിനാൽ ഈ PFIയുടെ ഫണ്ടിങ്ങിലും മലയാളികൾ തന്നെയാണ് മുന്നിൽ. അതാണ് ഈ 13,000 അക്കൗണ്ടുകൾ കണ്ടെത്തിയതിൽ 10,000 എണ്ണം മലയാളികളുടെ പേരിലുള്ളതാണ് എന്ന് NIA വിശദീകരിക്കുന്നത്. ഗൗതം, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇതിൽ നിന്ന് തെളിവാകുന്നുണ്ട്. അതായത് സിദ്ദിഖ് കാപ്പൻ്റെ ബന്ധുക്കളടക്കം ഈ അക്കൗണ്ടുകൾ വഴി PFIക്ക് പണം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. സിദ്ദിഖ് കാപ്പൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ച് വരികയായിരുന്നു. പക്ഷേ കേരളത്തിലടക്കം മാധ്യമ സംഘടനകളൊക്കെ സിദ്ദിഖ് കാപ്പന് നൽകിയ പിന്തുണ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ PFIക്ക് പണം നൽകിയ 10,000 മലയാളി അക്കൗണ്ടുകളിൽ ചില അക്കൗണ്ടുകൾ സിദ്ദിഖ് കാപ്പൻ്റെ ബന്ധുക്കളുടേത് കൂടിയാണ് എന്ന് വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ വിലയിരുത്താം? രോഹിണി, നേരത്തെ തന്നെ സിദ്ദിഖ് കാപ്പൻ PFIയുടെ പ്രധാനപ്പെട്ട ആളാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വന്നതാണ്. സിദ്ദിഖ് കാപ്പനെ ദേശീയ അന്വേഷണ ഏജൻസി ആണെങ്കിലും UP പോലീസ് ആണെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുന്നത് തന്നെ നമുക്കറിയാം. ഹത്രാസിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇയാൾ ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിലെ ഹത്രാസിലേക്ക് പോകുന്ന വഴിയിൽ യാത്രാമധ്യേ UPയിലെ മധുരയിൽ വെച്ചാണ്, മധുരയിലെ ഒരു ടോളിന് വെച്ചാണ് ഇയാളെയും അതോടൊപ്പം തന്നെ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരെയും UP പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കൃത്യമായി IBയുടെയും അതോടൊപ്പം മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കൃത്യമായി തന്നെ PFIയുമായി എല്ലാ കാലഘട്ടങ്ങളിലും വളരെ സജീവ ബന്ധമുള്ള PFIയുടെ ഔദ്യോഗിക പത്രമായിരുന്ന തേജസിൻ്റെ ഡൽഹി ലേഖകനായിരുന്നു സിദ്ദിഖ് കാപ്പൻ. അടുത്ത കാലത്താണ് സിദ്ദിഖ് കാപ്പന് ജാമ്യം ലഭിച്ചത്. കാപ്പൻ്റെ കേസ് ഉൾപ്പെടെ നടത്തുന്നതിനായി PFIയുടെ വലിയ തോതിലുള്ള ഫണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. KUWJ കേരള പത്രപ്രവർത്തക യൂണിയൻ അതിൻ്റെ കേസ് നടത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അതിൻ്റെ ഫണ്ടിങ്ങും മറ്റും നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ SDPI ആണ്. അതിനാൽ കാപ്പനുമായി ബന്ധപ്പെട്ട കേസുകൾ, ഹത്രാസ് കേസുകളും അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാപ്പനിൻ്റെ ചില കേസുകൾ വന്നിട്ടുണ്ട്. അതിനാൽ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾക്കായും വ്യാപകമായ ഫണ്ടിങ് സിദ്ദിഖ് കാപ്പന് വേണ്ടിയും നടന്നിരിക്കുന്നു. ഒപ്പം കാപ്പൻ്റെ അടുത്ത ബന്ധുക്കളും ഈ പോപ്പുലർ ഫണ്ടിൻ്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ദേശീയ ഏജൻസികൾ നമുക്ക് നൽകുന്ന സൂചന. രോഹിണി, ഗൗതം, അതോടൊപ്പം ഈ അക്കൗണ്ട് ഉടമകൾ ഭാരതത്തിലേക്ക് വരാതെ ഗൾഫുകളിൽ തന്നെ തങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അന്വേഷണം കേന്ദ്ര സർക്കാർ കടുപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവർ എപ്പോൾ ഭാരതത്തിലെത്തിയാലും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെ കടക്കുകയില്ലേ? രോഹിണി, അതുതന്നെയാണ്. അതായത് ഇവരെപ്പോൾ നമ്മുടെ രാജ്യത്ത് കാലുകുത്തി കഴിഞ്ഞാലും, അത് ഏത് മാർഗം എത്തിക്കഴിഞ്ഞാലും ഇവരെ പിടികൂടും. കാരണം ഈ 13,000 ആളുകളുടെയും കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ കയ്യിലുണ്ട്. ED ആണ് ആദ്യം ഇതേപ്പറ്റി ഒരു പഠനം നടത്തിയത്. കാരണം ഇവരുടെ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആദ്യം അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ ED തയ്യാറാക്കിയ ലിസ്റ്റ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. അതിനാൽ സ്വാഭാവികമായും ഈ ലിസ്റ്റിൽ പേരുകളുള്ള ആളുകൾ ഭാരതത്തിൻ്റെ ഏത് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാലും അവരെ പിടികൂടാനുള്ള സംവിധാനം നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്കുണ്ട്, NIAയ്ക്കുണ്ട്. കേന്ദ്ര സർക്കാർ എന്തായാലും നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ PFIയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് മുൻപ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നിരോധനം അത് കടലാസിൽ മാത്രം ഒതുങ്ങുകയും പിന്നീട് അത്തരം സംഘടനകൾ മറ്റു പേരുകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല മുൻകാല അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണമായി സിമി പോലെയുള്ള സംഘടനകൾ നിരോധിച്ചു കഴിയുമ്പോൾ അത് NDF കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചു. NDF നിരോധിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിയുന്ന ഘട്ടത്തിൽ പിന്നീട് അത് 2006 ഫെബ്രുവരിയിൽ പോപ്പുലർ ഫ്രണ്ടായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം അബ്ദുൽ നാസർ മദനിയുടെ ഇസ്ലാമിക് സേവാ സംഘ് നിരോധിച്ച ഘട്ടത്തിൽ അത് PDP ആയി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട്. അതിനാൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നിരോധിക്കുന്ന സംഘടനകളെ കേവലം നിരോധിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു രീതിയല്ല ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രാലയത്തിനുമുള്ളത്. മറിച്ച് നിരോധിച്ച ശേഷവും ഇവരുടെ നീക്കങ്ങൾ കൃത്യമായി തന്നെ വളരെ വിജിലൻ്റായി അതിന് പിന്നാലെ നീങ്ങുകയും അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിൻ്റെ നേതാക്കന്മാർ ഒരു കാലത്തും ജയിലിൽ നിന്നും പുറത്തു വരാതിരിക്കാനുള്ള നടപടികളുമെല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതിനാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് അവിടെ അവസാനിപ്പിക്കുന്നതല്ല ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി. മറിച്ച് വേരോടുകൂടി ആ സംഘടനയെ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ ആ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയത്തെ പരിപൂർണമായി ഇല്ലാതാക്കിയ ശേഷമേ കേന്ദ്ര സർക്കാർ അടങ്ങിയിരിക്കൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ ഈ
10,000 മലയാളികളെ സംബന്ധിച്ച് അവർ വിദേശ രാജ്യങ്ങളിൽ തന്നെ തുടരേണ്ടി വരും. കാരണം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അവരെ NIA തൂക്കിയെടുത്ത് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രോഹിണി, ഗൗതം, അതുതന്നെയാണ്. ഇത് സസൂക്ഷ്മം കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഇത്തരം ഭീകര സംഘടനകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള വിധ്വംസക പ്രവർത്തികൾക്കും ഇനി അവർക്ക് അനങ്ങാൻ പോലും കഴിയാത്ത വിധം പൂട്ടിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയും തുടരുക? രോഹിണി, 2022 സെപ്റ്റംബർ മാസത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നടപ്പാക്കിയ ശേഷവും കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ PFIയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഒരു തരത്തിലും സംഘടന വീണ്ടും ഉയർന്നു വരാനോ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ പ്രവർത്തനം നടത്താതിരിക്കാനോ വേണ്ട നടപടികളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം PFIയുടെ നിരോധന സമയത്ത് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്നുണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകൾ, അത് ISS, അതോടൊപ്പം തന്നെ അൽ ഖ്വയ്ദ പോലെയുള്ള വിവിധ സംഘടനകൾ നമുക്കറിയാം, ബൊക്കോ ഹറാം, അങ്ങനെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ പേരുകളിൽ, വിവിധ ദേശങ്ങളിൽ വിവിധ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. അങ്ങനെ ISSന്റെയും അതോടൊപ്പം തന്നെ ഈ അൽ ഖ്വയ്ദയുടെയും ഒക്കെ ഇന്ത്യയിലെ മുഖമാണ് PFI എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UAPA ചുമത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് നടക്കുന്ന IS റിക്രൂട്ട്മെന്റ്, അതോടൊപ്പം തന്നെ മതപരിവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം, ലവ് ജിഹാദ് എന്ന പേരിൽ അത് അറിയപ്പെടുന്നു, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം. അപ്പോൾ ഇതെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത് PFI നടപ്പാക്കുമ്പോൾ അത് ആഗോളതലത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രം എന്നത് ISന്റെയും അതല്ലെങ്കിൽ അൽ ഖ്വയ്ദയുടെയും താലിബാന്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ഹുക്കുമത്തെ ഇലാഹി എന്നിവർ പറയുന്ന ആഗോളതലത്തിൽ തന്നെ ഒരു ഇസ്ലാമിക് ഖിലാഫത്ത് വരണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇന്ത്യയിലെ ആളുകളാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഇസ്ലാമിക ഭീകര സംഘടനയെ നമ്മുടെ രാജ്യത്ത് നിരോധിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഗൗരവമേറിയ ഒരു വിഷയമായി ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ഏജൻസികളും ഇതിനെ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഈ സംഘടനയ്ക്ക് ഇതുവരെ പണം നൽകിയവരും, അതായത് ഈ സംഘടനയുടെ സജീവ പ്രവർത്തകർ മാത്രമല്ല അഴിയിലാകുന്നത്. നമുക്കറിയാം PFIയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇപ്പോൾ ഡൽഹിയിലെ തീഹാർ ജയിലിലും അതോടൊപ്പം തന്നെ UPയിലെ വിവിധ ജയിലുകളിലുമാണ് ഉള്ളത്. അതിലൊതുങ്ങുന്നില്ല ഈ ഒരു പ്രോസസ്സ് എന്നുള്ളതാണ്. മറിച്ച് ഈ സംഘടനയ്ക്ക് ഇതുവരെ സാമ്പത്തിക സഹായം നൽകിയവർ, അതായത് ഇതിൻ്റെ ഒരു അനുഭാവികളായി നിൽക്കുന്നവരെ ഉൾപ്പെടെ നിരീക്ഷിച്ചുകൊണ്ട് അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുക എന്നത് തന്നെയാണ് NIAയുടെയും EDയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുന്നത്. ശരി ഗൗതം, ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ 10,000 മലയാളി അക്കൗണ്ടുകൾ കണ്ടെത്തിയ NIA. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണമെത്തിയത്. ഇന്ത്യയിലെത്തിയാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് അക്കൗണ്ട് ഉടമകൾ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുന്നത്. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.